ആയിട്ടൊരു പൊറോട്ട ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പാലക്ക ചീരയാണ് എടുത്തിരിക്കുന്നത്. ഇത് സ്പിനാച്ച് എന്നും പറയും. ഇത് നമ്മൾ ഒരു കെട്ട് കിട്ടും. അത് നമ്മൾ ഒരു 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ ഇത് നല്ലപോലെ ഒരു ചൂടുവെള്ളത്തിൽ 2 മിനിറ്റ് വേവിച്ചിട്ട് അരിച്ചെടുത്തത് നമ്മൾ മിക്സിക്കകത്ത് അടിച്ചെടുക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഈ ചപ്പാത്തി കുഴയ്ക്കുന്നത്. വെള്ളം ഒത്തിരി നീണ്ടു പോകാതെ നമ്മൾ കുറച്ചൊരു വെള്ളത്തിൽ 2 മിനിറ്റ് തിളച്ചാൽ മതി, അല്ലെ ഉടനെ അങ്ങ് വെന്ത് കിട്ടും. അതിൻ്റെ കൂടെ നമ്മൾ 1 സ്പൂൺ മുളക് പൊടിയും മഞ്ഞൾ പൊടി ചെറിയ 1/4 ടീസ്പൂണും ഉപ്പും ഇട്ടിട്ട് നമ്മൾ ഇത് നല്ലതുപോലെ കുഴച്ച് ഈ ഗോതമ്പ് പൊടി എടുക്കണം. വേറെ ചേർക്കണ്ട. പാലൊക്കെ അടിച്ചതിനകത്ത് വേണം ഈ ഗോതമ്പ് പൊടി കുഴച്ചെടുക്കാൻ. നമുക്കൊരു പാനിനകത്ത് വെള്ളം ചൂടാക്കിയിട്ട് ഈ പാലക്ക ചീര ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ഈ പാലക്ക ചീര ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ കഴുകി വാരിയെടുക്കണം. 1 ഗ്ലാസ് വെള്ളവും കൂടെ നമുക്ക് ഒഴിക്കാം ഇതിനകത്ത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം ആവശ്യത്തിന് ഊറ്റിയെടുക്കണം. ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇത് വേകുന്നതിന് വേണ്ടി. ഇത് വളരെ ഹെൽത്തിയാണ്. നമ്മൾ പച്ചക്കറിയൊക്കെ കഴിക്കാനും മടിയുള്ള പിള്ളേർക്ക് വേണ്ടി ഇത് നല്ലതുപോലെ എണ്ണ തൂത്തി പൊറോട്ട പോലെ ഉണ്ടാക്കിയെടുത്താൽ പിള്ളേർക്കെല്ലാം കഴിക്കാനും ഇഷ്ടപ്പെടും. വളരെ ആരോഗ്യത്തിന് നല്ലതാണ്. നമ്മുടെ പാലൊക്കെ വെന്തിട്ടുണ്ട്. ഇതൊന്ന് തണുത്തിട്ട് വേണം നമുക്ക് മിക്സിക്കകത്ത് അടിക്കാൻ. മിക്സിക്കകത്ത് അടിച്ച് ഇതുകൊണ്ട് നമുക്ക് ഗോതമ്പ് കുഴച്ചെടുക്കാം. നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന പാലക്ക ചീര കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്കിത് നല്ലതുപോലെ കുഴച്ചെടുക്കാം. ഇതിനകത്ത് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടിയും മഞ്ഞളും ഉപ്പും 1 സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചാണ് നമ്മളിത് ഇളക്കുന്നത്. ഇത് നല്ലതുപോലെ ഇളക്കി ചപ്പാത്തിക്ക് നമ്മൾ വെള്ളം ഒഴിക്കുന്നതിന് പകരം ഈ പാലക്ക ചീര ഒഴിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതിന് ഇച്ചിരി കട്ടിയായിട്ട് നമ്മൾ ഇച്ചിരി നെയ്യ് തൂത്ത് പൊറോട്ട പോലെ ഉണ്ടാക്കിയെടുക്കാം. ഇത് ആവശ്യത്തിന് ഇച്ചിരി ഈ ബാക്കി പാലക്ക ചീരയും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുവാണ്. നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ തന്നെ നല്ല കട്ടിയായിട്ട് ഇത് കുഴച്ചെടുക്കാം. നമ്മുടെ ഗോതമ്പ് മാവ് നല്ല കറക്റ്റായിട്ടുണ്ട്. ഈ പകുതി ഇച്ചിരി മുറുക്ക് നമ്മൾ കുഴച്ചെടുക്കണം. ഇതിനകത്ത് മുളക് പൊടിയും മഞ്ഞളും ഉപ്പും 1 സ്പൂൺ എണ്ണയും ഒഴിച്ച് കുഴച്ച് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിനകത്ത് നമ്മൾ ഇത്തിരി വലുതായിട്ട് എടുക്കണം. തീരെ ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്ന പോലെ ചെറിയ പീസാക്കണ്ട. ഇച്ചിരി വലിയ ഉരുള എടുത്തിട്ട് നമ്മൾ നല്ലതുപോലെ ഇതൊരു നോൺ സ്റ്റിക്കിൽ പരത്തി ഞാൻ ഉണ്ടാക്കി കാണിക്കാം. തീരെ കട്ടി കുറച്ച് നമുക്ക് എടുക്കണ്ട. നമ്മൾ ഇച്ചിരി കട്ടിയോടെ എടുക്കണം. ഈ പാകത്തിന് നമുക്ക് എടുക്കാം. തീരെ കട്ടി കുറയ്ക്കണ്ട. ചെറിയൊരു കട്ടിയോടെ നമുക്ക് ഉണ്ടാക്കാം. ഇത് നമുക്ക് ചൂടായ തവയിൽ ഉണ്ടാക്കിയെടുക്കാം. 2 വശവും നല്ലതുപോലെ മൊരിച്ച് ഇച്ചിരി നെയ്യ് തൂത്ത് എടുക്കാം. രണ്ട് സൈഡും ഒന്ന് മറിച്ചിട്ട് എടുക്കാം. നമ്മുടെ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി നല്ലതുപോലെ നെയ്യ് തൂത്ത് ഇതെടുക്കാം. നമ്മുടെ പാലക്ക പൊറോട്ട റെഡിയാണ്. ഇത് നമുക്ക് ഇറച്ചിക്കറിയുടെ കൂടെയോ മീൻ കറിയുടെ കൂടെയോ ഒക്കെ കൂട്ടാൻ വളരെ നല്ലതാണ്. പിള്ളേർക്കാണെങ്കിൽ സോസ് കൂട്ടി തിന്നാനും വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ഹെൽത്തി പൊറോട്ട ട്രൈ ചെയ്ത് നോക്കണം.